നമസ്കാരം. ആഗോള ഭൗമരാഷ്ട്രീയത്തിൽ എല്ലാ പ്രധാന വിഷയങ്ങളിലും പരസ്പരം കടുത്ത മത്സരത്തിലും ശത്രുതയിലും കഴിയുന്ന മൂന്ന് വൻ ശക്തികളാണ് അമേരിക്കയും ചൈനയും റഷ്യയും. തായ്വാൻ പ്രതിസന്ധി, ഉക്രൈൻ യുദ്ധം, വ്യാപാര യുദ്ധങ്ങൾ, സൈനിക സഖ്യങ്ങൾ തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങളിൽ ഈ മൂന്ന് ശക്തികളും ഒരേ പക്ഷത്ത് നിൽക്കുന്നത് ആഗോള ചരിത്രത്തിൽ തന്നെ വളരെ അപൂർവമായ ഒരു കാഴ്ചയാണ്. എന്നാൽ ഇപ്പോൾ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കയും ചൈനയും റഷ്യയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ അഥവാ ICCയെ എതിർക്കുന്നതിന് ഒരു പൊതുവായ നിലപാട് കണ്ടെത്തുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ ഫിനാൻഷ്യൽ ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് അടുത്തിടെ ചൈനയിൽ നടന്ന ഔദ്യോഗിക കൂടിക്കാഴ്ചയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ ICCയെ കുറിച്ച് അതീവ പ്രാധാന്യമുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. ICCയുടെ നയതന്ത്ര സ്വാധീനത്തെ പ്രതിരോധിക്കാൻ അമേരിക്ക, ചൈന, റഷ്യ എന്നിവ ഉൾപ്പെടുന്ന ശക്തമായ ഒരു സംയുക്ത മുന്നണി രൂപീകരിക്കുക എന്ന വിപ്ലവാത്മകമായ ആശയമാണ് ട്രംപ് മുന്നോട്ട് വെച്ചത്. ഈ കോടതിയെ ദുർബലപ്പെടുത്തുന്നത് മൂന്ന് രാജ്യങ്ങളുടെയും പൊതുവായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സഹായിക്കുമെന്നാണ് ട്രംപ് വാദിക്കുന്നത്. ഈ ഭൗമരാഷ്ട്രീയ വികസനം അന്താരാഷ്ട്ര തലങ്ങളിൽ വളരെ നിർണായകമാകാൻ കാരണമാകുമെന്നും ഈ മൂന്ന് രാജ്യങ്ങൾക്കും വർഷങ്ങളായി ICCയുമായി തികച്ചും ബുദ്ധിമുട്ടേറിയ ബന്ധമാണ് ഉള്ളത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മറ്റൊന്നാണ്. അതായത് ഈ മൂന്ന് വൻശക്തികളും ഒന്നുപോലെ ഈ അന്താരാഷ്ട്ര കോടതിയിൽ അംഗങ്ങളല്ല എന്നതാണ്. കോടതി പലപ്പോഴും കടുത്ത രാഷ്ട്രീയ പക്ഷപാതത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും തങ്ങളുടെ പരമാധികാരത്തിന്മേൽ കടന്നുകയറാൻ ശ്രമിക്കുന്നു എന്നും വൻശക്തികൾ വ്യത്യസ്ത ഘട്ടങ്ങളിൽ നിരന്തരം ആരോപിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ആഴ്ചയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചൈന സന്ദർശിച്ച അവസരത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഈ വിഷയം അദ്ദേഹവുമായി കൂടുതൽ ആഴത്തിൽ സംസാരിച്ചിരുന്നു. ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട വിവിധ ആരോപണങ്ങളുടെ പേരിൽ 2023 വ്ളാഡിമിർ പുടിനെതിരെ ICC ഒരു അന്താരാഷ്ട്ര അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. അതിനുശേഷവും കോടതിയുമായുള്ള റഷ്യയുടെ ബന്ധം പൂർണ്ണമായും വഷളായ പശ്ചാത്തലത്തിലായിരുന്നു. ഈ പുതിയ സംയുക്ത മുന്നണി എന്ന ആശയം റഷ്യയും വലിയ താല്പര്യത്തോടെയാണ് കാണുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ICC ഇപ്പോഴും ചെലുത്തുന്ന സ്വാധീനവും ശക്തിയും കുറയ്ക്കുന്നതിനുള്ള ശക്തമായ വഴികളാണ് ട്രംപ് ഭരണകൂടം വളരെ കാലമായി അന്വേഷിക്കുന്നത്. ഈ അന്താരാഷ്ട്ര കോടതി അനാവശ്യവും പൂർണ്ണമായ രാഷ്ട്രീയ പ്രേരിതവുമാണ് എന്ന് ട്രംപ് പലതവണ പരസ്യമായി വിമർശിച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റായി വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷവും പരമാധികാര രാഷ്ട്രങ്ങളുടെയും തങ്ങളുടെ സഖ്യകക്ഷി നേതാക്കളുടെയും ആഭ്യന്തര കാര്യങ്ങൾ കോടതി ഇടപെടുന്നു എന്ന് ചൂണ്ടിക്കാട്ടി നിരവധി ICC ഉദ്യോഗസ്ഥർക്കും ജഡ്ജിമാർക്കുമെതിരെ ട്രംപ് കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അമേരിക്കയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആഗോള നേതാക്കൾക്കെതിരെ ICC നിയമ നടപടികളുമായി മുന്നോട്ടു പോയതാണ് അമേരിക്കയെ കൂടുതൽ പ്രകോപിപ്പിച്ചത്. പ്രത്യേകിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാനുള്ള കോടതിയുടെ നീക്കം നിരവധി അമേരിക്കക്കാരെ, അതായത് അമേരിക്കൻ രാഷ്ട്രീയക്കാരെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു. കോടതി ആഗോള രാഷ്ട്രീയത്തിൽ ചില രാജ്യങ്ങളെ മാത്രം തിരഞ്ഞുപിടിച്ച് ലക്ഷ്യം വയ്ക്കുകയാണെന്നും എന്നാൽ മറ്റു പലയിടങ്ങളിലും നടക്കുന്ന കടുത്ത ലംഘനങ്ങളിൽ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നതാണ് അമേരിക്കയുടെ പ്രധാന ആരോപണം. ആഗോള നയതന്ത്രത്തിൽ നിർണായകമായ റോം ചട്ടപ്രകാരം സ്ഥാപിതമായ ICC 2002 ജൂലൈയിലാണ് ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിക്കുന്നത്. നെതർലാൻഡിലെ ഹേഗ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ കോടതി വംശഹത്യ, യുദ്ധകുറ്റങ്ങൾ, മനുഷ്യരാശിക്കെതിരായ കടുത്ത കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ കുറ്റാരോപിതരാകുന്ന വ്യക്തികളെ നേരിട്ട് അന്വേഷിക്കുകയും വിചാരണ ചെയ്യുകയും ചെയ്യുന്നു. വിവിധ രാജ്യങ്ങളിലെ ദേശീയ കോടതികൾ കൃത്യമായി നടപടിയെടുക്കാത്തതോ അല്ലെങ്കിൽ ഇത്തരം ഗുരുതരമായ അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങൾ വിചാരണ ചെയ്യാൻ നിയമപരമായി കഴിയാത്തതോ ആയ പ്രത്യേക സാഹചര്യത്തിലാണ് ഈ കോടതി ഇടപെടുന്നത്. രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കങ്ങളും നയതന്ത്ര പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ICC. ഇത് വ്യക്തിഗതമായ ക്രിമിനൽ ഉത്തരവാദിത്തങ്ങളെ നേരിട്ട് വിചാരണ ചെയ്യുന്നത്. നിലവിൽ ലോകത്തിൽ 120-ലധികം രാജ്യങ്ങൾ ഈ കോടതിയിൽ ഔദ്യോഗികമായ അംഗങ്ങളാണ്. എങ്കിലും നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ അമേരിക്ക, ചൈന, റഷ്യ തുടങ്ങിയ വൻ ശക്തികൾ ഈ സംവിധാനത്തിന്റെ ഭാഗമായിട്ടില്ല. ലോകത്തിലെ മറ്റൊരു വലിയ ജനാധിപത്യ ശക്തിയായ ഇന്ത്യയും ഈ കോടതിയിൽ അംഗമല്ല എന്നതും ശ്രദ്ധേയമാണ്. വർഷങ്ങളായി ICC ലോകത്തിലെ 40-ലധികം മുതിർന്ന രാഷ്ട്രീയ സൈനിക നേതാക്കൾക്കെതിരെ വാറന്റുകളോ സമൻസുകളോ പുറപ്പെടുവിച്ചിട്ടില്ല. 2023 പുടിന്റെ വാറന്റിന് പുറമെ മയക്കുമരുന്ന് വിരുദ്ധ പ്രചാരണങ്ങളിലെ കടുത്ത നിയമ നടപടികളെ തുടർന്ന് 2025 മുൻ ഫിലിപ്പീൻസ് പ്രസിഡന്റ് റോഡ്രിഗോ ഡുട്ടർട്ടെ അറസ്റ്റിലായതും നെതന്യാഹുവിനെതിരെയുള്ള നീക്കങ്ങളും വലിയ വിവാദമായിരുന്നു. എന്നിരുന്നാലും കോടതിക്ക് സ്വന്തമായി ഒരു പോലീസ്
സേനയില്ല എന്നത് വലിയ ഒരു പരിമിതി തന്നെയാണ്. പ്രതികളെ അറസ്റ്റ് ചെയ്യുവാനും തീരുമാനങ്ങൾ നടപ്പിലാക്കാനും ഇതിന് എപ്പോഴും അംഗരാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു. ഈ ആശ്രയത്വം ശക്തരായ നേതാക്കൾക്കെതിരെ പ്രവർത്തിക്കാനുള്ള കോടതിയുടെ കഴിവിനെ പലപ്പോഴും ദുർബലപ്പെടുത്താറുണ്ട്. എന്തായാലും ഈ മൂന്ന് വൻ ശക്തികളും കോടതിക്കെതിരെ ഒരു സംഘമുണ്ടാക്കുമ്പോൾ, ഒരു സഖ്യമുണ്ടാക്കുമ്പോൾ എന്താവും അനന്തര ഫലങ്ങൾ എന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ.